റെനോൾട്ട് സ്കാല ഡീസലാണ് കേട്ടോ. അപ്പോൾ കംപ്ലയിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലീക്കാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ ഓയിൽ ലീക്ക് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത് വാൽ കവറിൻ്റെ അവിടെ ഉണ്ടോ, വാൽ കവറിൻ്റെ പാക്കിങ് കംപ്ലയിൻ്റ് ആയിട്ടാണ് ഓയിൽ ലീക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വാൽ കവർ അയച്ചു വെച്ചിട്ടുണ്ട്, ഇതാണ് ഇതിൻ്റെ വാൽ കവർ. അപ്പോൾ ഈ പാക്കിങ് കംപ്ലയിൻ്റ് ആയിട്ട് അതുവഴിയാണ് ഓയിൽ ലീക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ പാക്കിങ് മാറണം, വാൽ കവർ അയച്ചത് ഇതിൻ്റെ പാക്കിങ് മാറണം. നമ്മൾ വാൽ കവർ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാൽ കവർ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതാ വാൽ കവറിന് ഒരു 2, 4, 6, 8 ബോൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ. ബോൾട്ട് അയക്കാം. ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ പോയില്ല, അതിൻ്റെ മുന്നേ എയർ ഫിൽറ്ററും കാര്യങ്ങൾ വെക്കണം. പിന്നെ ഈ മൗണ്ടിങ് ഒന്ന് അയച്ച് മാറ്റിയേക്കണം. അതിന് ഒരു ബോൾട്ട് ഇതവിടെ വരുന്നുണ്ട്, അപ്പോൾ അത് അയക്കാൻ കുറച്ച് പാടാം. അപ്പോൾ ഈ മൗണ്ടിങ് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ മൗണ്ടിങ് അയക്കണമെന്നുണ്ടെങ്കിൽ താഴെ ഒരു ജാക്കി വെച്ച് എഞ്ചിൻ ലോഡ് ചെയ്തേക്കണം കേട്ടോ. ഇതേപോലെ എഞ്ചിൻ ലോഡ് ചെയ്ത് വെച്ചിട്ട് ശേഷം മൗണ്ടിങ് അയച്ച് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ടൈമിംഗ് കവറിൻ്റെ അവിടുത്തെ ഒരു കവറുണ്ട്, അതൊന്ന് മാറ്റി വയ്ക്കുക. പിന്നെ എർത്ത് ഉണ്ടായിരിക്കും, എർത്ത് മാറ്റുക. പിന്നെ മൗണ്ടിങ്ങിന് കുറച്ച് ബോൾട്ടും കാര്യങ്ങളും അയച്ച് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങളും ഒക്കെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അയക്കാൻ പറ്റും കേട്ടോ.